ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണ്. മറ്റൊരു തരത്തിൽ എഴുതപ്പെട്ട കവിതയാണെങ്കിലും അതിലെ വരികൾ നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. ചില നാളുകൾക്ക് മുൻപ് രാത്രി 2 മണിയോടുകൂടെ എൻ്റെ ഫോണിൽ വന്ന ഒരു കോള് തിരുവനന്തപുരത്തിനടുത്ത് ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു അമ്മയുടെ കോളാണ്. 15 വയസ്സുള്ള അവരുടെ മകൻ വെളുത്ത പൊടി പോലെ എന്തോ ഒന്ന് മൂക്കിൽ വലിച്ചു കയറ്റി. അത് വലിച്ചു കയറ്റി കഴിഞ്ഞാൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ കോളേജിൽ പഠിക്കുന്ന അവൻ്റെ സഹോദരി അവന് പിന്നീട് സഹോദരി അല്ലാതായി മാറും. ആ കുഞ്ഞിനെ ഡീഅഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്യാൻ നിവൃത്തിയുണ്ടോ? അതാണ് ചോദ്യം. എന്നാൽ 18 വയസ്സ് പ്രായമാകാത്ത ഒരാളെ ഡീഅഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്യാൻ നിയമം അനുവദിക്കാത്തതുകൊണ്ട് CWC മുഖാന്തരം എന്നെ സമീപിക്കുവാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് CWCയുടെ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് എന്ന് മനസ്സിലാക്കുവാനും കഴിയും. ഇത്രയേറെ മാരകമായി ലഹരി നമ്മുടെ വീടുകളെയും നാടുകളെയും നമ്മുടെ നാട്ടാരെയും കാർന്നു നിൽക്കുകയാണ്. ഇതിലൊരു ഗൗരവം ഒരുപക്ഷെ 4 മാസം മുൻപ് വരെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒന്നല്ല. ഒരു കൗതുകത്തിന്, ഒരല്പം ക്രിയേറ്റിവിറ്റിക്ക് ഇപ്പോൾ ഞങ്ങളുടെ സെന്ററിൽ ചികിത്സയിലായിരിക്കുന്ന ഒരു 21 വയസ്സുകാരൻ പറയുകയാണ്, എനിക്ക് ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കനാബിസ്, കഞ്ചാവ് ഉപയോഗിച്ചു തുടങ്ങിയത്. കാനഡയിൽ ഉന്നത പഠനത്തിന് വേണ്ടി പോയ ചെറുപ്പക്കാരൻ ഒന്നുമാകാതെ അവിടെ ജയിലിൽ ചില സമയം ചെലവഴിച്ചിട്ട് നാട്ടിലേക്ക് വരുന്ന അവസ്ഥ. വീടില്ല, നാടില്ല, നാട്ടാരില്ല. ഇത്ര ഗൗരവമായ സങ്കടകരമായ അനുഭവമാണ്.